യേശുവിൽ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ മക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ഗലാത്യക്കാർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗമാണ്. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല. ഇനിയും പ്രധാനമായിട്ട് തിരുവചനം നമ്മളോട് പറയുകയാണ്, ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ അല്ലെങ്കിൽ ഒരു മനുഷ്യനിൽ ഉണ്ടായിരിക്കുന്ന ജഡത്തിൻ്റേതായ ഫ്ലഷ്ലിയായ തിന്മകൾ എന്തെല്ലാമാണ്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുകയില്ലെന്ന് മുൻപ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ജഡത്തിൻ്റേതായിട്ടുള്ള തിന്മകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിക്കഴിഞ്ഞാൽ അത് നമ്മൾക്ക് മാറ്റുവാൻ സാധിക്കുകയില്ല. അതിന് സർവശക്തനായ ദൈവത്തിൻ്റെ സഹായം കൂടിയേ തീരൂ. മനസ്സറിഞ്ഞ് സൃഷ്ടാവായ ദൈവത്തോട് ചോദിക്കുക, പിതാവേ, എനിക്ക് ഇന്ന കുറവുകളുണ്ട്. അങ്ങേക്ക് മനസ്സാണെങ്കിൽ ആ കുറവുകൾ, ആ തിന്മകളെ എന്നിൽ നിന്നും എടുത്തു മാറ്റി അങ്ങയുടെ മകനായിട്ട്, അങ്ങയുടെ ആത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞ മകനായിട്ട് എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾ അനുതപിക്കുന്ന നിങ്ങളിലുള്ള പാപത്തിൻ്റെ, തിന്മയുടെ പൈശാചിക ശക്തികളെ നിങ്ങൾ സ്വയം മാറ്റി വിശുദ്ധീകരിക്കപ്പെടുന്ന വ്യക്തികളാവുകയും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ നിങ്ങളിൽ നിറയുകയും ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. നമ്മുടെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.